ഞാനിവിടെ വന്നിരിക്കുന്നത് കേസിന്റെ ആവശ്യവുമായല്ല. ഒരു മനുഷ്യനെന്ന രീതിയിൽ സിദ്ധാർത്ഥന്റെ ദുഃഖത്തിൽ പങ്കുചേരാനാണ്. എന്നെ സഹായിക്കാൻ ഒരുപാട് ശ്രമിച്ചെന്ന് എനിക്കറിയാം. പക്ഷേ നമ്മുടെ രാജ്യത്തിന്റെ മാത്രം ശാപമാണിത്. ക്രിമിനൽസും പൊളിറ്റീഷ്യൻസും തമ്മിലുള്ള ഇല്ലീഗൽ കണക്ഷൻസ്. ഞാനിത് പ്രതീക്ഷിച്ചതാണെങ്കിലും അനിരുദ്ധന്റെ നെറ്റ്വർക്കിന്റെ ദൃഢത ഇത്രത്തോളം ഉണ്ടാവുമെന്ന് കരുതിയില്ല. എന്നെ പൊരിക്കാൻ വന്ന രാഷ്ട്രീയ കോമരങ്ങളുടെ മുഖത്ത് ഞാൻ എന്താണ് കണ്ടതെന്നറിയോ? എച്ചിലല നക്കിത്തോർത്തി വിശപ്പടക്കി നിൽക്കുന്ന തെരുവുനായുടെ ശൗര്യം. ഇനി ഈ കേസിൽ എന്താണ് സർ ചെയ്യാൻ കഴിയുക? കേസിന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഇംപ്രൂവ്മെന്റ് ഉണ്ടാകണമെങ്കിൽ സിന്ധു ജീവിതത്തിലേക്ക് മടങ്ങി വരണം. അവളുടെ മൊഴിയിലൂടെ മാത്രമേ നമുക്ക് അനിരുദ്ധനെ കൊടുക്കാനാവൂ. ഇറങ്ങട്ടെ. എന്നെ കൊണ്ടാവുന്ന സഹായങ്ങൾ ചെയ്യാൻ ഞാൻ തയ്യാറാണ്. അത്രേ എനിക്കിപ്പോൾ പറയാൻ പറ്റും. ഇയാളാണ് ഫിലിം ആർട്ട് ഡയറക്ടർ മനുരാജ്. 4 തവണ മികച്ച കലാസംവിധാനത്തിന് സ്റ്റേറ്റ് അവാർഡ് മേടിച്ചാണ്. അനിരുദ്ധന്റെ വീട് ആൾതാമസമില്ലാത്ത പഴയ വീടാക്കി മാറ്റാൻ ഇയാൾ ഒരുപാട് പാടുപെട്ടു. കൊള്ളാം, വിജയാഘോഷമാവും. എട്ടും പൊട്ടും തിരിയാത്ത ഒരു പെണ്ണിനെ പ്രേമം നടിച്ച് വശത്താക്കി താലി കെട്ടി തന്റെ താല്പര്യങ്ങൾക്ക് വഴങ്ങുന്നില്ല എന്ന് കണ്ടപ്പോ അവളെ എന്നേക്കുമായി കിടക്കയിലാക്കി. എന്നിട്ടിതാ കേസിൽ നിന്ന് പുഷ്പം പോലെ ഊരി. വിജയം ആഘോഷിക്കാൻ മറ്റെന്ത് വേണം? എക്സാക്ട്ലി, യെസ്, ഇറ്റ്സ് എ സെലിബ്രേഷൻ. വേണമെങ്കിൽ ക്യാപ്റ്റനും കൂടാം. ടെൻഷൻ മാറ്റാൻ നല്ലതാണ്. ഇപ്പോ ഇവിടെ വച്ച് ഈ നിമിഷം നിന്നെ എനിക്ക് അവസാനിപ്പിക്കാൻ അറിയാഞ്ഞിട്ടല്ല. എന്റെ പെങ്ങക്ക് കിടക്ക് വിട്ട് ജീവിതമില്ലെന്ന് മനസ്സിലാക്കിയപ്പോഴേ എനിക്കിതാകാമായിരുന്നു. പക്ഷേ മരണം നിനക്കൊരു രക്ഷപ്പെടലാകും. മാധ്യമങ്ങൾ നിന്റെ മരണം ഒരു മഹാസംഭവമാക്കി മാറ്റും. നിന്നെ മഹാപുരുഷനാക്കി വാഴ്ത്തും. ഇനിയും അനിരുദ്ധമാരുണ്ടാവാൻ സാഹചര്യം ഉണ്ടാവും. അതുണ്ടാവരുത്. സമൂഹത്തിന്റെ മുന്നിൽ നീ അണിഞ്ഞിരിക്കുന്ന മാന്യതയുടെ മുഖംമൂടി പിച്ച് ചീന്തപ്പെടുന്ന ആ നിമിഷം, അന്ന് ഞാൻ നിന്റെ മുന്നിലെത്തും, നിന്റെ മരണത്തിന്റെ ദൂതുമായി. അതുവരെ നിന്റെ ആയുസിന് ഞാൻ കനിഞ്ഞു നൽകുന്ന എക്സ്റ്റൻഷനാണിത്. കമോൺ, സെലിബ്രേറ്റ്. വെറുതെ മാന്യന്മാരുടെ വീട്ടിൽ വന്ന് അനാവശ്യം പറയരുത്. തൂക്കിയെടുത്ത് അകത്തിടുന്നു. ചേട്ടേ, ഇവൻ വച്ചു നിൽക്കുന്ന ഉച്ചിഷ്ടം നിന്നിട്ട് എന്റെ നേരെ കുറയ്ക്കുന്നോ? ഞാൻ അണിയുന്ന യൂണിഫോം കണ്ട നിന്റെ തലപ്പത്തിരിക്കുന്നവരോ എന്റെ മുമ്പിൽ സല്യൂട്ട് അടിച്ച് ഓച്ചാനിച്ച് നിൽക്കും. സിദ്ധാർത്ഥനെ തൂക്കി അകത്തിരുന്നാല് നിന്റെ തലയിലിരിക്കുന്ന തൊപ്പിയും തോളത്തിരിക്കുന്ന നക്ഷത്രങ്ങൾ തികയാതെ വരും. എന്താ സംശയമുണ്ടോ? ഒരു മിലിറ്ററിക്കാരന്റെ അച്ചടക്കത്തിന്റെ ഭാഗമായി കൂട്ടിയാൽ മതി. നിനക്കൊരു മുന്നറിയിപ്പ് തരാനാ വന്നത്. നിന്റെ നാളുകൾ എണ്ണപ്പെട്ടു കഴിഞ്ഞു. ഒരു നിയമത്തിന് ഞാൻ നിന്നെ വിട്ടുകൊടുക്കില്ല. എന്റെ സിന്ധുവിന്റെ കണ്ണിൽ നിന്നൊഴുകുന്ന ഓരോ തുള്ളിക്കും നിന്നെ കൊണ്ട് ഞാൻ കണക്ക് പറയിക്കും. ഓർത്തു. അങ്ങനെ പോയാലോ? മാറി. ഇവനെ പോലുള്ള ദാസന്മാരെ എപ്പോഴും കൂടെ കൊണ്ട് നടക്കണം. കാരണം നിന്റെ ഡെഡ് ബോഡി എടുത്ത് മാറ്റാൻ ഉപകരിക്കും. For more updates, like, comment, subscribe to our channel.